എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 7 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജനുവരി മാസം 9 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. നിലവിൽ 7 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 7ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 1,40,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7 ദിവസം കൊണ്ട് ചിത്രം 15,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം രേഖാചിത്രം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 33,50,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 7ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 7 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 36,50,00,000 എത്തിയിരിക്കുകയാണ്. ഒരാഴ്ചയായി ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയിട്ടെങ്കിൽ പോലും ചിത്രത്തിന് ഇപ്പോഴും മികച്ചൊരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പ്രാവിൻകുട്ടി ഷാപ്പ്. വിഷ്ണു വിജയുടെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രാവിൻകുട്ടി ഷാപ്പ്. ഇന്നേ ദിവസം റിലീസ് എത്തിയ സിനിമയുടെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള ഫൈനൽ പ്രൈസിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. റിലീസിന് മുമ്പേ തന്നെ വലിയ ഹൈപ്പോ പ്രമോഷനൊന്നും കൊടുക്കാതെ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമ കൂടിയാണ് പ്രാവിൻകുട്ടി ഷാപ്പ്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഫൈനൽ കേരള പ്രൈസിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ 58 ലക്ഷമാണ് ചിത്രത്തിൻ്റെ കേരള ഫൈനൽ പ്രൈസിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂടിയ പ്രാവിൻകുട്ടി ഷാപ്പ് എന്ന സിനിമയ്ക്ക് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 1 കോടി രൂപ ഗ്രോസ് കളക്ഷൻ കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇനി ചിത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ അത് 2 കോടി 3 കോടിയിൽ വരെ എത്താനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ ഗെയിം ചേഞ്ചർ. നിലവിൽ 6 ദിവസങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇത് ചിത്രത്തിൻ്റെ 5 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം 154 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ 28 കോടി രൂപയും വിദേശ രാജ്യ കളക്ഷനാണെങ്കിൽ 126 കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. ഇനി ചിത്രത്തിൻ്റെ 6ാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 6ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 165 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വമ്പൻ ഹൈപ്പോടെ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ വമ്പൻ ഡിസാസ്റ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ അനശ്വര രാജൻ, അർജുൻ അശോകൻ, ബാലു വർഗീസ് എന്നിവരുടെ സിനിമയാണല്ലോ എന്ന് സ്വന്തം പുണ്യാളൻ. നിലവിൽ 6 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിൻ്റെ ആദ്യ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 2,10,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2,50,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ക്രിസ്മസ് വിന്നറായി മാറിയ ഉണ്ണിമൂന്നിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണല്ലോ മാർക്കോ. നിലവിൽ 27 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ 27ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 10 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിൻ്റെ ആദ്യ 27 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 42,70,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 27 ദിവസങ്ങൾ കൊണ്ട് 102 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് കഴിഞ്ഞ ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വിശാലിൻ്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ മദഗജരാജ. നിലവിൽ 4 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിനം 3,10,00,000 രൂപയും 2ാം ദിനം 3,15,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 3ാം ദിവസമായ ചൊവ്വാഴ്ച ചിത്രം 6,75,00,000 രൂപയും 4ാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച ചിത്രം 7,75,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20,75,00,000 എത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ ദിനം പ്രതി കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത സിനിമ ബാലയ്യയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡാക്കു മഹാരാജ്. ചിത്രത്തിൻ്റെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 76 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വമ്പൻ അഭിപ്രായങ്ങൾ നേടി മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമ ഈ വീക്കെൻഡോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തിപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.